ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എജുവാല 2.0. +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എക്സാം ആണ് നമുക്ക് മൺഡേ അല്ലേ. അപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എക്സാമിനുള്ള എല്ലാ കുട്ടികളും 1ാമത്തെ ചാപ്റ്റർ മുതൽ 9ാമത്തെ ചാപ്റ്റർ വരെ പഠിക്കുകയായിരിക്കും. അതിൽ നിങ്ങൾ പഠിക്കേണ്ട ലാസ്റ്റത്തെ 4 ചാപ്റ്ററുകളുടെ PDF ആയിട്ടൊരു ഷോർട്ട് റിവിഷനോ അല്ലെങ്കിൽ ഒന്നും പഠിക്കാത്ത കുട്ടികളുണ്ടാവില്ല. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കൊക്കെ നല്ല ലെങ്തിയാണ്, അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. ഇതിൽ 6, 7, 8, 9 4 ചാപ്റ്റേഴ്സാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഫസ്റ്റത്തെ 5 പാഠം കൂടി വേറൊരു വീഡിയോയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ 6ാം പാഠം തന്നെ ഡയറക്റ്റ് ആയിട്ട് നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഒപ്പം നമ്മുടെ ക്രാഷ് ബാച്ചിനെ കുറിച്ച് പറഞ്ഞിരുന്നു, വേണ്ടവരെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 6ാമത്തെ ചാപ്റ്റർ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാ സ്ക്രിപ്റ്റ് ആണ്. ജാവാ സ്ക്രിപ്റ്റിനെ കുറിച്ചിട്ടുള്ള ചാപ്റ്ററാണിത്. ഇവിടെ നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത് ജാവാ സ്ക്രിപ്റ്റിനെ കുറിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ 5ാം പാഠം എന്ന് പറയുന്നത് HTML പോർഷൻ ആയിരുന്നു. അവിടെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആഡ് ചെയ്യുന്നത് വരെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കമാണ് 6ാം പാഠം. ഓക്കെ, ജാവാ സ്ക്രിപ്റ്റ് എന്താണെന്ന് നോക്കാം. സ്ക്രിപ്റ്റ് ആർ പ്രോഗ്രാംസ് കോഡ്സ് റിട്ടേൺ ഇൻസൈഡ് HTML പേജ്. HTML പേജിലിരുന്ന് കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാമുകൾ നമുക്ക് സ്ക്രിപ്റ്റ് എന്ന് വിളിക്കാം. 2 തരം സ്ക്രിപ്റ്റുകളുണ്ട്, ക്ലയൻറ്റ് സൈഡ് ആൻഡ് സെർവർ സൈഡ്. ജാവാ സ്ക്രിപ്റ്റ് ഈസ് നോൺ ആസ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ഫ്രണ്ട് ആൻഡ് എയ്ക്ക് ഇൻ 1995. ഇതൊക്കെ നമ്മൾ 1 മാർക്കിന് ആവശ്യമാണ്. ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ ഓൾ വെബ് ബ്രൗസർ. എല്ലാ വെബ് ബ്രൗസറിലും നമുക്ക് ആവശ്യമുള്ള, നമുക്ക് സപ്പോർട്ട് ചെയ്യാവുന്ന ഒരു ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ് ജാവാ സ്ക്രിപ്റ്റ്. അപ്പോൾ എന്താണ് സ്ക്രിപ്റ്റ് ടാഗിൻ്റെ യൂസ് എന്ന് നോക്കാം. നമ്മൾ സ്ക്രിപ്റ്റുകൾ വെബ് പേജിൽ ആഡ് ചെയ്യുന്നത് സ്ക്രിപ്റ്റ് ടാഗ് യൂസ് ചെയ്തിട്ടാണ്. സ്ക്രിപ്റ്റ് ടാഗ് ഈസ് യൂസ് ടു ഇൻക്ലൂഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഇൻ HTML പേജ്. ഇറ്റ് ഈസ് കോമൺലി യൂസസ് ഫോർ ഇമേജ് മാനിപ്പുലേഷൻ, ഫോം വാലിഡേഷൻ, ഡൈനാമിക് ചേഞ്ചസ്, അതിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. സ്ക്രിപ്റ്റ് ടാഗിൻ്റെ മെയിൻ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ലാംഗ്വേജും അതിൻ്റെ ടൈപ്പാണ്. എങ്ങനെയാണ് നമ്മൾ കൊടുക്കുക? ആട്രിബ്യൂട്ട് എന്തിനാണ്? സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് കൊടുക്കാനായിട്ടാണ്. അപ്പോൾ സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു ജാവാ സ്ക്രിപ്റ്റ് നമ്മൾ ഡബിൾ കോട്ട്സിലിട്ട് ക്ലോസ് ചെയ്യുക, സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യുക. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ പ്രോഗ്രാമുകൾ എഴുതുക. കണ്ടോ, ഈ സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ പ്രോഗ്രാമുകളെല്ലാം തന്നെ എഴുതുന്നത്. ഓക്കെ, ദെൻ ഹൗ ടു ഡിസൈൻ വെബ് പേജ് യൂസിങ് ജാവാ സ്ക്രിപ്റ്റ്. എങ്ങനെയാണ് നമുക്ക് ബോഡി ടാഗിൻ്റെ ഉള്ളിൽ സ്ക്രിപ്റ്റ് ലാംഗ്വേജസ് കൊടുക്കാം. ദെൻ ക്രിയേറ്റിംഗ് ഫങ്ഷൻസ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ എന്താ പറയുക, HTML എക്സ്റ്റൻഷൻ യൂസ് ചെയ്ത് സേവ് ചെയ്യാന്നൊക്കെ പഠിക്കുക കേട്ടോ. ഇവിടെ നമ്മൾ എങ്ങനെയാണ് ജാവാ സ്ക്രിപ്റ്റിലെ ഫങ്ഷൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഡാറ്റ ടൈപ്സ്. നമുക്ക് ജാവാ സ്ക്രിപ്റ്റിനെ കുറിച്ച് പഠിച്ചു തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്തേ പറഞ്ഞിട്ടുള്ളൂ, എങ്ങനെയാണ് HTML ജാവ ആഡ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ജാവാ സ്ക്രിപ്റ്റിൽ നമ്മൾ ജാവാ സ്ക്രിപ്റ്റ് പ്രോഗ്രാമിൽ 3 തരം ഡാറ്റ ടൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്: നമ്പർ, സ്ട്രിങ് ആൻഡ് ബൂളിയൻ. നമ്പർ എന്ന് പറയുമ്പോൾ ഓൾ ടൈപ്സ് ഓഫ് നമ്പേഴ്സ്, അതായത് നെഗറ്റീവ്, ഫ്രാക്ഷൻസ്, വിത്തൗട്ട്, ഇൻറ്റിജർ എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. സ്ട്രിംഗ് എന്ന് പറയുമ്പോൾ എനിത്തിങ് ഇൻസൈഡ് ഡബിൾ കോട്ട്സ്. കണ്ടോ, ഡബിൾ കോട്ട്സിൽ നമ്മൾ ഇടുന്ന എന്തും ആവാം. സ്ട്രിങ്ങിൽ നമുക്ക് ക്യാരക്ടർ ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാം. ബൂളിയൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ട്രൂ ഓർ ഫോൾസ് മാത്രം വാല്യൂ കൊടുക്കുന്നതാണ്. ദെൻ വാരിയബിൾ, വാർചാർ ആണ് നമ്മൾ യൂസ് ചെയ്യുക. വാർ കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ ടൈപ്പ് ഓഫ് വാരിയബിളും ഡിക്ലെയർ ചെയ്യുന്നത്. ഇപ്പോൾ എക്സും വൈയും വാരിയബിൾ ആണ് എങ്കിൽ വാർ എക്സ് വൈ നമ്മൾ ഡിക്ലെയർ ചെയ്യും. ദെൻ ജാവാ സ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ്, അഡീഷൻ ഓപ്പറേറ്റേഴ്സ്, അതുപോലെ തന്നെ സബ്സ്ട്രാക്ഷൻസ്, മൾട്ടിപ്ലിക്കേഷൻസ് ആൻഡ് ഡിവിഷൻസ് എല്ലാം നമ്മളവിടെ യൂസ് ചെയ്യുന്നുണ്ട്. മോഡുലസ്, ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ജാവാ സ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ്, അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഇങ്ങനെ പഠിക്കുക. അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്, അതായത് ഈക്വൽ ടു, പ്ലസ്, ആഡ് ആൻ അസൈൻമെൻറ്റ്, സബ്സ്ട്രാക്ഷൻ അസൈൻമെൻറ്റ് എങ്ങനെ കൊടുക്കുക, അതിൻ്റെ മീനിങ് ഒക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഡിവിഷൻ അസൈൻമെൻറ്റ്, മോഡുലസ് അസൈൻമെൻറ്റ് എല്ലാം. ദെൻ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഈക്വൽ ടു, നോട്ട് ഈക്വൽ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് 2 ആംപർസെൻ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻഡ് ആയി, ഓർ ആയി, ദെൻ NPT ആയി. ഓക്കെ, ദെൻ കൺട്രോൾ സ്ട്രക്ചർ ഇൻ ജാവാ സ്ക്രിപ്റ്റ്. ജാവാ സ്ക്രിപ്റ്റിലെ സ്ട്രക്ചറുകൾ, അതായത് സ്റ്റേറ്റ്മെൻറ്റുകൾ, ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ്, ടെസ്റ്റ് എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. അത് എന്ന് പറയുന്നത് നമുക്ക് ഒരു കണ്ടീഷൻ ബേസിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? അതായത് മൾട്ടി ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും. അവിടെ വാല്യൂ എക്സ്പ്രഷൻസ് വഴിയാണ് കൊടുക്കുന്നത്. സിൻഡെക്സ് പഠിച്ചു വയ്ക്കുക. സ്വിച്ച് എക്സ്പ്രഷൻസ് 2 സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്ത് അതിൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കിയിട്ട് ഇത് സ്റ്റേറ്റ്മെൻറ്റ് പറയും. ഫോർ ലൂപ്പ് എന്ന് പറയുന്നത്, ഫോർ ലൂപ്പ് നമ്മൾ C++ൽ പഠിച്ച പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, അതുപോലെ വൈൽ ലൂപ്പ് ഉണ്ട്. സ്ട്രിങ് അഡീഷൻ ഓപ്പറേറ്റേഴ്സ്, ഇവിടെ പ്ലസ് സൈൻ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ജാവാ സ്ക്രിപ്റ്റിലെ ഏതെങ്കിലും 2 സ്ട്രിങ്ങുകൾ തമ്മിൽ കോൺകാറ്റിനേഷൻ ചെയ്യണമെങ്കിൽ, കോൺകാറ്റിനേഷൻ മീൻസ് എന്താണ്, അതായത് യോജിപ്പിക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലസ് സൈൻ. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് സ്ട്രിങ് അഡീഷൻ ഓപ്പറേറ്റർ ആണ് കേട്ടോ. ദിസ് ഓപ്പറേറ്റേഴ്സ് ലെറ്റ് യു ആഡ് ദ കണ്ടൻസ് ഓഫ് 2 more strings together to create 1 larger string. അതായത് വലിയൊരു ലാർജസ്റ്റ്, ഇപ്പോൾ ഗുഡ് മോർണിംഗ് ആണെങ്കിൽ ഗുഡ് മോർണിംഗ് പ്ലസ് മോർണിംഗ്,
Okay, good plus morning. Angana good morning. The plus operator will add the two strings and the variables that will have the values for JavaScript. Kanda example aanu ട്ടോ. then built-in functions in JavaScript വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ പറഞ്ഞതിൽ ജാവാസ്ക്രിപ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 2 ടോപ്പിക്കുകളാണ് ഡാറ്റ ടൈപ്പുകളും ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ. ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അലേർട്ട് ഈസ് ഡാൻ, 2 അപ്പർ കേസ് 2 ലോവർ കേസ്, ചാർട്ട്, ലെങ്ത്, പ്രോപ്പർട്ടി. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 5 തരം ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ. അലേർട്ട് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേ പോപ്പ് മെസ്സേജ് ഓൺ ദ സ്ക്രീൻ, അതായത് നമുക്ക് മിന്നി മായണ വല്ലതും ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബിൽറ്റ് ഇൻ ഫംഗ്ഷനായ അലേർട്ട് യൂസ് ചെയ്യുന്നു. അലേർട്ട് ബ്രാക്കറ്റിൽ ഇപ്പോൾ വെൽക്കം ടു ആയെന്ന് അത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഈസ് നാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? യൂസ്ഡ് ടു ചെക്ക് വെദർ ദ വാല്യൂ ഇസ് നമ്പർ ഓർ നോട്ട്. തന്നിരിക്കുന്നത് വാല്യൂ നമ്പർ ആണോ അതല്ലെങ്കിൽ അല്ലയോ ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ദ റിട്ടേൺ ട്രൂ ഇഫ് ദർ ഈസ് വാല്യൂ ഇസ് നോട്ട് എ നമ്പർ. നമുക്ക് നമ്പർ അല്ല എങ്കിൽ ട്രൂ. ഈസ് നാൻ, അപ്പോൾ നമുക്ക് നമ്പർ അല്ല എങ്കിൽ ട്രൂ ആണ് വരിക. എക്സാമ്പിളും സിൻടാക്സും നോക്കാം കേട്ടോ. 2 അപ്പർ കേസ് എന്തിനാണ് തന്നിരിക്കുന്നതിനെ അപ്പർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനെ അവർ കൺവേർട്ട് ചെയ്തു അല്ലേ, ബാറ്റ്, BAT ബാറ്റ്, അതിനെ 2 അപ്പർ കേസ് എ എന്ന് പറഞ്ഞ വാല്യൂവിനെ 2 അപ്പർ കേസിലേക്ക് മാറ്റാൻ പറഞ്ഞപ്പോൾ അത് അപ്പർ കേസിലേക്ക് മാറ്റി. 2 ലോവർ കേസ് എന്തായിരിക്കും? ദിസ് ഫംഗ്ഷൻസ് റിട്ടേൺ ദ ലോവർ കേസ് ഫ്രം ദി സ്ട്രിങ്, അതായത് ലോവർ കേസിലേക്ക് മാറ്റുന്നതാണ്. ചാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാരക്ടർ അറ്റ് എ പർട്ടിക്കുലർ പൊസിഷൻ, അതായത് ഒരു പൊസിഷൻ വാല്യൂ, അതിൽ ചാർട്ട് ബ്രാക്കറ്റിൽ 0 എന്ന് കിട്ടാലാണ് ഫസ്റ്റ് ക്യാരക്ടർ ആവുക. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റത്തെ 1 എന്ന് പറയുന്നത് E ആയിരിക്കും. കാരണം എന്താ, ഈ ഹലോ എന്ന് പറയുന്നത് H0 E1 2 3 അങ്ങനെയാണ് പോവുക. അപ്പോൾ നമ്മൾ ക്യാരക്ടർ അറ്റ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ H അല്ല വരിക, E വരിക. കാരണം H എന്ന് പറയുന്നത് 0 ആണ് അതിൻ്റെ പ്ലേസ് വാല്യൂ. ലെങ്ത് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് റിട്ടേൺസ് ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ്. നമ്മൾ കൊടുത്ത സ്ട്രിങ് ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ലെങ്ത് എത്രയാണ്? 10 ആണ്. അപ്പോൾ ഇത്രയും ബിൽറ്റിംഗ് ഫംഗ്ഷൻസ് ഈസ് നാൻ, 2 അപ്പർ 2 ലോവർ, ചാർട്ട്, ലെങ്ത് പ്രോപ്പർട്ടി, അതൊക്കെ പഠിക്കാം കേട്ടോ. ദെൻ വാല്യൂസ് എങ്ങനെ കൊടുക്കാം ജസ്റ്റ് നോക്കിയാൽ മതി, അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ദെൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൗ ടു ആഡ് സ്ക്രിപ്റ്റ് ടു എ വെബ് പേജ്. ഇങ്ങനെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. എങ്ങനെയാണ് ഒരു വെബ് പേജിൽ സ്ക്രിപ്റ്റുകൾ ആഡ് ചെയ്യാം? നമുക്ക് 3 ഓപ്ഷനാണുള്ളത്. ഇൻസൈഡ് ബോഡി ടാഗ്, ഇൻസൈഡ് ഹെഡ്, എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഫയൽ. അതായത് ബോഡി ടാഗിൻ്റെ ഉള്ളിൽ നമുക്ക് സ്ക്രിപ്റ്റുകൾ ഇൻസൈഡ് ചെയ്യാം. ദ സ്ക്രിപ്റ്റ് വിൽ ബി എക്സിക്യൂട്ടഡ് വൈൽ ദ കണ്ടന്റ് ഓഫ് ദി വെബ് പേജ് ഇസ് ബീങ് ലോഡഡ്. ഇൻസൈഡ് ഹെഡ് എന്ന് വെച്ചാൽ ഹെഡ് സെക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സ്ക്രിപ്റ്റിനെ ആഡ് ചെയ്യാം. ദെൻ എക്സ്റ്റേണൽ ഫയൽ മീൻസ് സ്ക്രിപ്റ്റ് ക്യാൻ ബി പ്ലേസ്ഡ് ഇൻ ടു എൻ എക്സ്റ്റേണൽ ഫയൽ ആൻഡ് ഇറ്റ് ക്യാൻ ബി ലിങ്ക്ഡ് വിത്ത് എൻ HTML ഡോക്യുമെന്റ്. ദിസ് ഫയൽ ഈസ് സേവ്ഡ് വിത്ത് എക്സ്റ്റൻഷൻ ഓഫ് .js. അതായത് നമുക്ക് പുറത്ത് നിന്ന് സെപ്പറേറ്റ് ആയിട്ടൊരു ഫയലായിട്ട് HTML സേവ് ചെയ്തിട്ട് .js എന്ന് പറഞ്ഞ എക്സ്റ്റൻഷനിൽ സേവ് ചെയ്യാം. ദിസ് അഡ്വാൻറ്റേജസ് ഈസ് ദാറ്റ് ദ സെയിം സ്ക്രിപ്റ്റ് ക്യാൻ ബി യൂസ്ഡ് അക്രോസ് മൾട്ടിപ്പിൾ HTML പേജ് ഓർ wall website. The linking is done through the attribute SRC. സ്ക്രിപ്റ്റ് ടാഗിൻ്റെ SRC ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ് ഇതിൽ ആഡ് ചെയ്യാനായിട്ട് പറ്റുക. ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ട് ഇപ്പോൾ ഈ പാഠത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത് സ്ക്രിപ്റ്റ് എങ്ങനെ ആഡ് ചെയ്യാം, അതായത് സ്ക്രിപ്റ്റുകൾ എങ്ങനെ വെബ് പേജിൽ ആഡ് ചെയ്യാമുള്ള 3 ഓപ്ഷൻസ്: ഇൻസൈഡ് ബോഡി, ഇൻസൈഡ് ഹെഡ്, എക്സ്റ്റേണൽ ഫയൽ. അതുപോലെ തന്നെ ബിൽറ്റിംഗ് ഫംഗ്ഷൻസും ഡാറ്റ ടൈപ്പുകളും മെയിനായിട്ട് പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് 7th ചാപ്റ്ററിലേക്ക് കിടക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ വെബ് ഹോസ്റ്റിംഗ് ആണ്. വെബ് ഹോസ്റ്റിങ്ങിൽ നമുക്ക് 2-3 ടോപ്പിക്കുകൾ മെയിനായിട്ട് പഠിക്കാനായിട്ടുള്ളൂ. അപ്പോൾ എന്താണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് വെച്ചാൽ ദ പ്രോസസ് ഓഫ് പ്രൊവൈഡിങ് സ്റ്റോറേജ് സ്പേസ് ഇൻ വെബ് സെർവർ ഓഫ് എ വെബ്സൈറ്റ്. വെബ് സെർവറിൽ നമുക്ക് വെബ്സൈറ്റ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു പ്ലേസ്, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വെബ് ഹോസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. അതിന് 3 സ്റ്റേജസ് ഉണ്ട്. നമ്മൾ മെയിനായിട്ട് ഇതിൽ നോക്കാനായിട്ട് പോകുന്നത് ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹോസ്റ്റിംഗ് 3 ടൈപ്പ് ഉണ്ട്: ഷെയർഡ്, ഡെഡിക്കേറ്റഡ്, വിർച്വൽ പ്രൈവറ്റ് സെക്ടർ. ഷെയർഡ് എന്ന് പറയുമ്പോൾ ഇൻ ദിസ് ടൈപ്പ് മോർ ദാൻ 1 പേജ് webseiter are stored in single web server. This is the most common type of web hosting. അതായത് ഒന്നിൽ കൂടുതൽ വെബ്സൈറ്റുകൾ സ്റ്റോർ ചെയ്യാം ഒരൊറ്റ വെബ് സെർവറിൽ തന്നെ. അത് കുഞ്ഞു വെബ്സൈറ്റിനാണ് ഏറ്റവും സ്യൂട്ടബിൾ, ചീപ്പർ ആൻഡ് ഈസി ആണ്, ലെസ് സർവീസ് ആൻഡ് പെർഫോമൻസ് ആണ്. അപ്പോൾ മോർ ദാൻ 1 വെബ്സൈറ്റ്സ് ആർ ടു ബി സ്റ്റോർഡ്. അവിടെ നമുക്ക് കുഞ്ഞ് വെബ്സൈറ്റുകളൊക്കെ ഉള്ളവർക്കാണ് ഇതൊന്നും കൂടി ഉത്തമം. ഡെഡിക്കേറ്റഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംഗിൾ വെബ്സൈറ്റ് സ്റ്റോർഡ് ഇൻ എ സിംഗിൾ വെബ് സെർവർ. അവിടെ നമുക്ക് ഒന്നിൽ കൂടുതൽ വയ്ക്കാമായിരുന്നു. ഇവിടെ ഓരോന്നിനും ഓരോ വെബ് സെർവറാണ്. ഇവിടെ സെക്യൂർ ആയിരിക്കും, ഹൈലി പെർഫോമൻസ് ആയിരിക്കും, പക്ഷേ എക്സ്പെൻസീവ് ആൻഡ് സർവീസസ് എല്ലാം വേണം. വിർച്വൽ പ്രൈവറ്റ് സെർവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ സെർവർ വിർച്വലി പാർട്ടീഷൻഡ് ഇൻ ടു സെവറൽ സെർവർ. ഒരു സെർവർ തന്നെ കൂടുതൽ സെർവറുമായിട്ട്
ബന്ധമുണ്ടാവാം. വിർച്വലൈസേഷൻ ടെക്നോളജി ഈസ് യൂസ്ഡ് ഫോർ പാർട്ടീഷനിങ്, എക്സാമ്പിൾ VMware ഫ്രീ VPS. അതായത് ഈ VPSന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ടെക്നോളജി തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ദിസ് ഹോസ്റ്റിംഗ് പ്രൊവൈഡ് ലെസ് പെർഫോമൻസ് ദാൻ ഡെഡിക്കേറ്റഡ് ബട്ട് മോർ പെർഫോമൻസ് ദാൻ ഷെയർഡ്. ഷെയർഡിനേക്കാൾ കൂടുതലും എന്നാൽ നമ്മുടെ ഡെഡിക്കേറ്റിനേക്കാൾ കുറവായിരിക്കും ഇതിൻ്റെ ഹോസ്റ്റിംഗ്. ദിസ് ടൈപ്പ് ഓഫ് ഹോസ്റ്റിംഗ് ഈസ് സ്യൂട്ടബിൾ ഫോർ വെബ്സൈറ്റ് ദാറ്റ് റിക്വയർ മോർ ഫീച്ചേഴ്സ് ദാൻ ദാറ്റ് പ്രൊവൈഡ് ഷെയർഡ് ബട്ട് ഡസ് നോട്ട് ഓൾ ദ ഫീച്ചേഴ്സ് ഓഫ് ഡെഡിക്കേറ്റഡ്. ഷെയറിനേക്കാൾ കൂടുതൽ ആവശ്യമുള്ളതും എന്നാൽ ഡെഡിക്കേറ്റഡിൻ്റെ അത്ര വേണ്ട. അപ്പം രണ്ടുപേരുടെയും ഇടയിൽ നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് ആണ്. ദെൻ പിന്നീട് നിങ്ങൾ പഠിക്കാനായിട്ടുള്ളത് FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ എന്താണെന്ന് പഠിക്കണം. FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ യൂസ് ടു ട്രാൻസ്ഫർ ദ ഫയൽസ് ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ ഓൺ ദ ഇന്റർനെറ്റ്. ദിസ് സോഫ്റ്റ്വെയർ എസ്റ്റാബ്ലിഷ് കണക്ഷൻ വിത്ത് എ റിമോട്ട് സെർവർ ഈസ് യൂസ്ഡ് to transfer file from our computer to the server computer. The popular FTP client softwares are FileZilla, Qt FTP, Smart FTP. അതായത് ഒരു ഫയലുകൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഇൻ്റർനെറ്റ് വഴി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ. ഇത് എല്ലാ റിമോട്ട് സെർവറിനെയും യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യുന്നു. മെയിൻലി യൂസ് ചെയ്യുന്ന ക്ലയൻറ്റ് സോഫ്റ്റ്വെയറുകൾ പഠിക്കാം. ദെൻ ഫ്രീ ഹോസ്റ്റിംഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ ഓഫ് ചാർജസ്, നമുക്ക് പൈസ ഒന്നും കൊടുക്കാതെ ഫ്രീ ചാർജിൽ കിട്ടുന്ന വെബ് ഹോസ്റ്റിംഗ് സർവീസാണ് ഫ്രീ ഹോസ്റ്റിംഗ്. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് CMS. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. CMS മീൻസ് എന്താണ് CMS? CMS എന്ന് പറയുമ്പോൾ കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ആദ്യം ഫുൾ ഫോം പഠിക്കാം. നമുക്ക് 2-3 മാർക്കിന് ചോദിക്കും. കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം റെഫേഴ്സ് ടു എ വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയർ സിസ്റ്റം വിച്ച് ഈസ് കാപ്പബിൾ ഓഫ് ക്രിയേറ്റിംഗ്, അഡ്മിനിസ്ട്രിങ് ആൻഡ് പബ്ലിഷിംഗ് വെബ്സൈറ്റ്. അതായത് നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനും നമുക്കറിയില്ല, അപ്പോൾ ക്രിയേറ്റ് ചെയ്യാനും അതിനെ അഡ്മിനിസ്ട്രേറ്റ് നടത്താനും അതിനെ പബ്ലിഷ് ചെയ്യാനും, നമ്മൾ ക്രിയേറ്റ് ചെയ്തത് പബ്ലിഷ് ചെയ്യാനും വേണ്ടി നമ്മളെ സഹായിക്കുന്ന കുറച്ച് വെബ് ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ, അതായത് ഇൻ്റർനെറ്റുമായി നല്ല പരിചയമുള്ള കുറച്ച് സോഫ്റ്റ്വെയറുകളെയാണ് CMS എന്ന് വിളിക്കുക. ഇവിടെ ഈസി വേ ടു ഡിസൈൻ, മാനേജ് അട്രാക്റ്റീവ് വെബ്സൈറ്റ്. നമുക്കൊന്നും യൂസ് ചെയ്യാൻ അറിയില്ല എങ്കിൽ ഈ CMS ഉപയോഗിച്ച് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളതും വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. CMS സോഫ്റ്റ്വെയറിൻ്റെ ഉദാഹരണം വേർഡ്പ്രസ്, ഡ്രുപാൽ ആൻഡ് ജൂംല. ഓക്കെ, അപ്പോൾ CMS മാനേജ്മെൻറ്റ് സിസ്റ്റം, അതായത് കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്താണെന്ന് ചോദിച്ചാൽ ഈ 3 സെൻറ്റൻസ് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ പാഠത്തിൽ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനൊന്നുമില്ല. ജസ്റ്റ് ഇതിൻ്റെ ടൈപ്സ് ഓഫ് ഹോസ്റ്റിങ്ങും, അതായത് ടൈപ്സ് ഓഫ് ഹോസ്റ്റിംഗ് പഠിക്കുക, അതുപോലെ CMS, ഇത് രണ്ടുമാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്റർ 8ലേക്ക് കടക്കാം നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്ററാണ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഒരുപാട് പഠിക്കാനുള്ള ചാപ്റ്ററാണ്. നമ്മൾ കഴിഞ്ഞ 2 ചാപ്റ്ററിനേക്കാൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിലാണ് കുറച്ചും കൂടിയും കണ്ടന്റ് ഉള്ളത്. ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്താണ്? DBMS ഫുൾ ഫോം പഠിക്കാം. ഇത് സെറ്റ് ഓഫ് പ്രോഗ്രാംസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ആൻഡ് ആക്സസ് മെയിൻറ്റെയിൻ ഡാറ്റാബേസ്. ഒരു ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഡാറ്റയാണ്. ആ കളക്ഷൻ ഓഫ് ഡാറ്റേനെ നമ്മൾ ആക്സസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് പ്രോഗ്രാമുകൾ. ഇപ്പോൾ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡാറ്റേനെ നമുക്ക് യൂസ് ചെയ്യണം, അതിനു വേണ്ടി ആവശ്യമുള്ള കുറച്ച് പ്രോഗ്രാമുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അതിൽ ഏറ്റവും മെയിനായിട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ് അഡ്വാൻറ്റേജസ് ഓഫ് DBMS. എല്ലാ അഡ്വാൻറ്റേജസും പഠിക്കുക. ചിലപ്പോൾ നമുക്ക് 5 മാർക്കിനൊക്കെയാണ് നമുക്ക് ചോദിക്കുക. എന്തൊക്കെയാണ്? ഡാറ്റ റിഡൻഡൻസി ക്യാൻ ബി അവോയ്ഡ്, ഡാറ്റ ഇൻകൺസിസ്റ്റൻസി ക്യാൻ ബി അവോയ്ഡ്, എഫിഷ്യൻറ്റ് ഡാറ്റ ആക്സസ്, ഡാറ്റ ഇൻറ്റഗ്രിറ്റി, ഡാറ്റ സെക്യൂരിറ്റി, ഷെയറിംഗ് ഓഫ് ഡാറ്റ, എൻഫോഴ്സ്ഡ് ആൻഡ് ക്രാഷ് റിക്കവറി. ഇതിലുള്ള ഡാറ്റ റിഡൻഡൻസി എന്ന് വെച്ചാൽ എന്താ? സ്റ്റോറിംഗ് സെയിം data in multiple locations or the duplication of data is called data redundancy. Duplication of data എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ ഒരു കോൺടാക്റ്റ് തന്നെ മോർ ദാൻ 1 ഉണ്ട് എങ്കിൽ നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഡ്യൂപ്ലിക്കേഷൻ വന്നാൽ നമ്മുടെ മൊബൈൽ ഫോണൊക്കെ ഹാങ് ആവുന്നത് പോലെ തന്നെ സിസ്റ്റത്തിനും കംപ്ലയിൻറ്റ് വരും. നമ്മുടെ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട് എങ്കിൽ നമുക്ക് ഈ റിഡൻഡൻസി അവോയ്ഡ് ചെയ്യാം. അതായത് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ ഉണ്ടാവില്ല. അപ്പോൾ ആ ഡ്യൂപ്ലിക്കേഷൻ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഇൻകൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ പ്രോബ്ലം ഒഴിവാക്കാൻ പറ്റും. എഫിഷ്യൻറ്റ് ഡാറ്റ ആക്സസ് മീൻസ് എന്താ? നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാം. ഇൻറ്റഗ്രിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? കറക്റ്റ്നെസ്, കോംപ്ലീറ്റ്നെസ്, അക്യുറസി ഓഫ് ഡാറ്റയാണ്. ദെൻ ഡാറ്റ സെക്യൂരിറ്റി എന്ന് വെച്ചാൽ എല്ലാം പ്രൊട്ടക്ട് ചെയ്യാനും എന്തെങ്കിലും ലോസ് വരുമ്പോഴോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുമ്പോൾ അൺഓതറൈസ്ഡ് യൂസേഴ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഷെയറിംഗ് ഓഫ് ഡാറ്റ, ദ ഡാറ്റ ഇൻ ദ ഡാറ്റാബേസ് ക്യാൻ ബി ഷെയർഡ് അമംഗ് മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് ആൻഡ് യൂസേഴ്സ്. നമുക്ക് ആർക്കും വേണമെങ്കിലും ഷെയർ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ യൂസ് ചെയ്യാനായിട്ടും പറ്റും. ദെൻ ഡാറ്റ സെക്യൂരിറ്റി ക്യാൻ ബി ഡൺ സെറ്റിംഗ് ആക്സസ് റൈറ്റ്സ് യൂസിങ് പാസ്വേഡ്. നമുക്ക് പാസ്വേഡ് എല്ലാം യൂസ് ചെയ്തിട്ട് സെറ്റാക്കാം, ഷെയർ ചെയ്യാനായിട്ട് പറ്റും. ദെൻ എൻഫോഴ്സ് സ്റ്റാൻഡേർഡ് മീൻസ് വാട്ട്? നമുക്ക് സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് കുറച്ച് സ്റ്റാൻഡേർഡുകളുണ്ട്, കൺവെൻഷൻ, ഡിസ്പ്ലേ, റിപ്പോർട്ട് ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാം. ക്രാഷ് റിക്കവറി മീൻസ് നമുക്ക് എന്തെങ്കിലും ബാക്കപ്പോ അല്ലെങ്കിൽ റിക്കവറിയോ ഹാർഡ്വെയർ ഫെയിലിയർ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് തിരിച്ച് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്.
ഇതെല്ലാം പറഞ്ഞത് അഡ്വാൻറ്റേജസ് ആണ്. ഇനി കമ്പോണൻസ് ഓഫ് DBMSലേക്ക് കിടക്കുകയാണ്. ഒരു DBMSൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡാറ്റ, യൂസേഴ്സ് ആൻഡ് പ്രൊസീജിയർ. ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ, സെർവറുകൾ, സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഹാർഡ് ഡിസ്ക്, മാഗ്നറ്റിക് ടൈപ്പ്, അതെല്ലാം നമുക്ക് മെയിൻലി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ടാഞ്ചിബിൾ ആൻഡ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫിസിക്കൽ പ്രൊഡക്റ്റാണ്. സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ മെയിൻലി പ്രോഗ്രാംസ് ആണ്, സെറ്റ് ഓഫ് പ്രോഗ്രാംസ്. നമുക്ക് ആപ്ലിക്കേഷൻസ് പ്രോഗ്രാംസ് എല്ലാം നമ്മൾ കൊടുക്കുന്നതാണ്. അത് നമുക്ക് എന്താ പറയുക, മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്നതാണ്. നമുക്ക് കനോട്ട് സീ അല്ലെങ്കിൽ ടച്ച് ചെയ്യാനൊന്നും പറ്റില്ല. ദെൻ ഡാറ്റ എന്ന് പറയുന്നത് ഡാറ്റാ ബേസിൽ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ ഡാറ്റേനെയും നമുക്ക് ഡാറ്റ എന്ന് വിളിക്കാം. അതായത് എല്ലാ രീതിയിലുള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡാറ്റ. ഇതിൻ്റെ ഡാറ്റാബേസ് കണ്ടെയ്ൻ മീറ്റ ഡാറ്റ, അത് ഡാറ്റ അബൌട്ട് ഡാറ്റ ആൻഡ് ഓപ്പറേഷണൽ ഡാറ്റ. അതിന് ഡാറ്റ എന്ന് പറയുമ്പോൾ എല്ലാം ഉണ്ട്, അതിനെ കുറിച്ചിട്ടുള്ള ഡാറ്റ. ഇപ്പോൾ എന്താണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഡാറ്റ ഉണ്ടായിരിക്കും. DBMS ഓർഗനൈസ്ഡ് ഫോം ഫീൽഡ് റെക്കോർഡ്സ് ഫയൽസ്. അതായത് DBMS നമ്മൾ കൊടുക്കുന്ന ഡാറ്റകളെ ഓരോ ഫീൽഡുകളായും റെക്കോർഡ്സും ഫയൽസും ആയിട്ടാണ് സേവ് ചെയ്യുന്നത് പറയുന്നത്. ഫീൽഡ് എന്ന് വെച്ചാൽ എന്താ, ചെറിയ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഡാറ്റയാണ്. റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താ, കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഫീൽഡാണ്. ഫയൽ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാ റെക്കോർഡ്സിൻ്റെയും സെയിം ടൈപ്പാണ് അതിൽ കിടക്കുന്നത്. ഓക്കെ. യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ദ യൂസേഴ്സ് ആക്സസ് ദ ഡാറ്റാബേസ് യൂസിങ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം. നമ്മൾ പ്രോഗ്രാം ആപ്ലിക്കേഷൻ വഴി നമ്മൾ കൊടുത്തിരിക്കുന്ന ഡാറ്റാബേസിലത്തെ അത് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, യൂസേഴ്സ് നമ്മൾ വിളിക്കുന്നത്. ദെൻ പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ദെൻ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ റൂൾസ് ഓർ റെസ്ട്രിക്ഷൻസ് ടു ഗവേൺ ഡിസൈൻ യൂസ് ഓഫ് ഡാറ്റ. നമ്മൾ ഡാറ്റാബേസ് കൊടുത്തിരിക്കുന്നതിനെ ഗവേൺ ചെയ്യുന്ന കുറച്ച് റൂൾസുകളെയാണ് നമ്മൾ പ്രൊസീജിയേഴ്സ് എന്ന് വിളിക്കാം. ദെൻ ഡാറ്റാബേസ് അബ്സ്ട്രാക്ഷൻ എന്താണെന്ന് നോക്കാം. അബ്സ്ട്രാക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഹൈഡിങ് കോംപ്ലക്സ് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ഓഫ് എ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഫ്രം ഇറ്റ്സ് യൂസേഴ്സ്. ഇപ്പോൾ DBMS യൂസ് ചെയ്യുന്ന ആളിൽ നിന്ന് നമ്മൾ ഹൈഡ് ചെയ്യുന്ന കുറച്ച് കോംപ്ലക്സ് ആയ ഡീറ്റെയിൽസുകളെയാണ് അബ്സ്ട്രാക്ഷൻ നമ്മൾ വിളിക്കാം. 3 ലെവലുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഫിസിക്കൽ ലെവൽ, ലോജിക്കൽ ലെവൽ ആൻഡ് വ്യൂ ലെവൽ. ഫിസിക്കൽ ലെവൽ എന്ന് പറയുമ്പോൾ ലോവസ്റ്റ് ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ ആണ്. ഡിസ്ക്രൈബ് ഹൗ ഡാറ്റ ആക്ച്വലി സ്റ്റോർഡ് ഇൻ സെക്കൻഡറി സ്റ്റോറേജ് മീഡിയം ലൈക്ക് മാഗ്നറ്റിക് ഡിസ്ക് ടൈപ്പ്. നമ്മൾ മാഗ്നറ്റിക്കലി എങ്ങനെയാണ് ഈ ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്നാണ് ഫിസിക്കൽ ലെവലിൽ പറയുന്നത്. ലോജിക്കൽ ലെവൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഡാറ്റയാണ് നമ്മളവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ദാറ്റ് ഈസ് ഏത് ഡാറ്റ ടൈപ്പാണ്, ഏത് ഫോർമാറ്റിലാണ് നമ്മളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു ഡാറ്റ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റാ ബേസിൽ വെബ്സൈറ്റൊക്കെ നമ്മൾ നോക്കുമ്പോൾ ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ള ചിലപ്പോൾ വീഡിയോസ് ആയിട്ട് ഓഡിയോസ് ഒക്കെ ആയിട്ടും വരാം. പക്ഷേ നമ്മൾ കാണുന്ന ഡാറ്റേനെ കമ്പ്യൂട്ടർ ഏത് ഡാറ്റ ടൈപ്പിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതൊന്നും നമുക്കറിയില്ല. അതാണ് ലോജിക്കൽ ലെവൽ. എങ്ങനെയെന്നല്ല എങ്ങനെയെന്നുള്ളത് നമ്മളെ ഫിസിക്കൽ ലെവലായിരുന്നു. എന്താണ് അതിലുള്ളതെന്നുള്ളത് ലോജിക്കൽ ലെവൽ. വ്യൂ ലെവൽ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ലെവലാണ്. ഇവിടെ യൂസേഴ്സുമായി നമ്മൾ ലാസ്റ്റ് ലെവലിൽ കാണുന്നതാണ്. ഇത് നമ്മൾ കാണുന്ന വേയാണ് വ്യൂ ലെവൽ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്താണെന്ന് നോക്കി നോക്കാം. ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് വെച്ചാൽ എബിലിറ്റി ടു മോഡിഫൈ ദ സ്കീമ ഓഫ് അറ്റ് 1 ലെവൽ വിത്തൗട്ട് എഫക്റ്റിംഗ് ദ ഡാറ്റാബേസ് സ്ട്രക്ചർ നെക്സ്റ്റ് ഹയർ ലെവൽ. അതായത് നമ്മൾ 3 ലെവലുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ ഒരു ലെവലിൽ നമ്മൾ ചേഞ്ച് വരുത്താണ്, അത് വിത്തൗട്ട് ചേഞ്ചിങ് അനദർ ലെവൽ. അതായത് സെക്കൻഡറി ലെവലിനെ മാറ്റം വരുത്താതെ നമുക്ക് എങ്ങനെ മോഡിഫൈ ചെയ്യാം. അതിൽ ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് ഉണ്ട്, ലോജിക്കൽ ഉണ്ട്. അത് ജസ്റ്റ് നോക്കിയാൽ മതിയാവും. യൂസേഴ്സ് ഓഫ് ഡാറ്റാബേസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഡാറ്റാബേസ് യൂസ് ചെയ്യുന്ന യൂസേഴ്സ്, DBA ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ, സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് ആൻഡ് ന്യൂ യൂസേഴ്സ്. DBA എന്ന് പറയുന്നത് ദ പേഴ്സൺ ഹു ഹാസ് സെൻട്രൽ കൺട്രോൾ ഓവർ ദ ഡാറ്റാബേസ്. മെയിൻ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ലോജിക്കൽ ലെവലും ഫിസിക്കൽ ലെവലും ഒക്കെ ചേഞ്ച് ചെയ്യുക, സെക്യൂരിറ്റി കൊടുക്കുക, അവൈലബിലിറ്റി ഓഫ് ഫ്രം ഫെയിലിയർ. അതായത് നമുക്കൊരു നഷ്ടമില്ലാതെ പെട്ടെന്ന് എടുത്തു തരാം. പ്രോഗ്രാമർ എന്ന് പറയുന്ന ആൾ application computer professional who interact with the database through application programs in languages like C++, Java. അതായത് ഏതെങ്കിലും പ്രോഗ്രാം വഴി ഇതിൻ്റെ പ്രൊഫഷണലിയാണ് ആപ്ലിക്കേഷൻ പ്രോഗ്രാമർ എന്ന് വിളിക്കുന്നത്. സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻട്രാക്ട് വിത്ത് ഡാറ്റാബേസ് ത്രൂ ദെയർ ഓൺ ക്വറീസ്. അതായത് നമുക്ക് ആവശ്യമുള്ള ആ കാര്യങ്ങൾക്കനുസരിച്ച് നമ്മളുടേതായ രീതിയിൽ മാത്രം ഇൻട്രാക്ട് ചെയ്യുന്നവരാണ് സോഫിസ്റ്റിക്കേറ്റഡ്. അതിൽ എഞ്ചിനീയേഴ്സും സയൻറ്റിസ്റ്റൊക്കെ വരും. നേവ് യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ഡാറ്റാബേസ് ബൈ ഇൻവോക്കിംഗ് പ്രീവിയസ്ലി റിട്ടേണിങ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം. അതായത് നമുക്ക് ഇൻട്രാക്റ്റ് ഉണ്ട്, പക്ഷേ തൊട്ട് മുന്നത്തെ പ്രോഗ്രാമുമായിട്ടൊക്കെയാണ് അവർക്ക് ബന്ധം. എന്ന് വെച്ചാൽ എന്താ, അതായത് ബില്ലിംഗ് ക്ലർക്ക്, സൂപ്പർ മാർക്കറ്റിൽ, ബാങ്ക്, ഹോട്ടലിലൊക്കെ അവർക്ക് ജസ്റ്റ് ബില്ലിങ് അറിയുള്ളൂ. അതിൻ്റെ തൊട്ട് മുന്നുള്ള ഓഫീസേഴ്സുമായിട്ടൊന്നും അത്ര വലിയ പരിചയമൊന്നുമില്ല. ഇത്രയാണ് ഡാറ്റാബേസിൻ്റെ യൂസേഴ്സ്. ഇവിടുന്ന് കഴിഞ്ഞാൽ നമ്മൾ കിടക്കുന്നത് RDBMSലേക്കാണ്.
RDBMS എന്ന് പറയുമ്പോൾ നമ്മൾ DBMS എന്താണ്, അതിൻ്റെ കമ്പോണൻ്റൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ട് പോലെ പറഞ്ഞത്. അതിൽ DBMSൻ്റെ അഡ്വാൻറ്റേജസ്, കമ്പോണൻസ്, ലെവൽസ്, അബ്സ്ട്രാക്ഷൻസ് ഒക്കെയാണ് പറഞ്ഞത്. RDBMS എന്ന് പറഞ്ഞാൽ റിലേഷണൽ ഡാറ്റാബേസ് മോഡലാണ്. റിലേഷണൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഡാറ്റകളെ ടേബിളായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ടേബിളിനെ നമ്മൾ ഡാറ്റാബേസിൽ വിളിക്കുന്നത് റിലേഷൻ എന്നാണ്. ആ മോഡലിനെ റിലേഷണൽ ഡാറ്റ മോഡൽ എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ ഡാറ്റാബേസ് റെപ്രസെൻറ്റഡ് ആസ് എ കളക്ഷൻ ഓഫ് ടേബിൾസ് ഈസ് കോൾഡ് റിലേഷൻ. ദ ഡാറ്റാബേസ് പ്രൊഡക്റ്റ് ബേസ്ഡ് ഓൺ റിലേഷണൽ മോഡൽ ഈസ് കോൾഡ് RDBMS. Some of popular RDBMS are MySQL, Oracle ഒക്കെയാണ്. Terminologies in RDBMS ഇമ്പോർട്ടൻ്റ് ആണ്. ടെർമിനോളജീസ്: എൻറ്റിറ്റി ഈസ് എ പേഴ്സൺ ഓർ ഹൈഡിങ് എ തിങ് ഇൻ റിയൽ വേൾഡ്. ദെൻ റിലേഷൻ എന്താണ്? റിലേഷൻ എന്ന് പറയുമ്പോൾ ടേബിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിലേഷൻ. ട്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ റോസിനെ വിളിക്കുന്നതാണ് ട്യൂപ്പിൾ. ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ കോളത്തിനെയാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഇതാണ് റിലേഷൻ. ഈ റിലേഷനിലെ ട്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ റോസ് ആണ്. റോസ് എന്ന് പറയുമ്പോൾ 101, 102, 103 കണ്ടില്ല, അതാണ് ട്യൂപ്പിൾസ്. ദെൻ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ കോളം, അഡ്മിഷൻ നമ്പർ, അതുപോലെ തന്നെ നെയിം, ബാച്ച്, മാർക്ക്, സ്റ്റുഡൻസ് റിസൾട്ട് എന്നൊക്കെ പറയുന്നത് എന്താണ്? ആട്രിബ്യൂട്ട്സ് ആണ്. ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആട്രിബ്യൂട്ട്സ്. ഇപ്പം നമ്മൾ ഇവിടെ പറയാനില്ല എത്ര ആട്രിബ്യൂട്ട്സ് ഉണ്ട്, നമുക്ക് 6 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അപ്പോൾ അതാണ് ആട്രിബ്യൂട്ട്സ്. കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ട്രിപ്പിൾസ്. ഇതിൽ എത്ര ട്രിപ്പിൾസ് ഉണ്ട്? നമുക്ക് 108. ഇതിൽ ഫസ്റ്റത്തെ ട്രിപ്പിൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യില്ല കേട്ടോ. അഡ്മിഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രിപ്പിളായിട്ട് എടുക്കില്ല. അത് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 10, 1 to 8. അപ്പോൾ 8 അല്ലല്ലോ, 9 ഇല്ലേ? 9ാമത്തെ റോ അല്ലേ നമ്മളെ അഡ്മിഷൻ നമ്പറും റോളും നെയിം ഒക്കെ. പക്ഷെ അത് നമ്മൾ കൂട്ടില്ല. ദെൻ ഡൊമൈൻ എന്ന് പറയുമ്പോൾ പൂൾ ഓഫ് വാല്യൂ ഫ്രം വിച്ച് ആക്ച്വൽ വാല്യൂസ് അപ്പിയർ ഇൻ ഗിവൺ കോളം. അതായത് കോളത്തിൽ തന്നിരിക്കുന്നതിൻ്റെ പൂൾ ഓഫ് വാല്യൂസിനാണ് നമ്മൾ ഡൊമൈൻ എന്ന് വിളിക്കുന്നത്. ദെൻ സ്കീമ എന്ന് പറയുമ്പോൾ സ്ട്രക്ചർ ഓഫ് ഡാറ്റാബേസ് ആണ്. അത് നമുക്ക് ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യുമ്പോൾ ഉള്ള സ്ട്രക്ചറാണ് സ്കീമ. ഇൻസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ടുപ്പിൾസ് ഇൻ വിച്ച് ഈച്ച് ടുപ്പിൾ ഹാസ് എ സെയിം നമ്പർ ഓഫ് ഫീൽഡ്. അതായത് ഓരോ ടിപ്പിളിനും സെയിം നമ്പേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അവർ നമ്മൾ ഇൻസ്റ്റൻസ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ റിലേഷണൽ ഡാറ്റാബേസിൽ യൂസ് ചെയ്യുന്ന 4 തരം കീകളെ കുറിച്ച് പറയാണ്. കാൻഡിഡേറ്റ് കീ, പ്രൈമറി കീ, ആൾട്ടർനേറ്റ് കീ, ഫോറിൻ കീ. ഇതിൽ പ്രൈമറി കീ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നമ്മളോട് പ്രൈമറി കീയും ആൾട്ടർനേറ്റ് കീ എന്താണെന്ന് ചോദിക്കും. ഡിഫറൻസ്: കീ എന്ന് പറയുമ്പോൾ ആട്രിബ്യൂട്ട്സ് ഓർ കളക്ഷൻ ഓഫ് ആട്രിബ്യൂട്ട്സ് ഇൻ റിലേഷൻ ദാറ്റ് യുണീക്ലി ഡിസ്റ്റിംഗ്വിഷ് ഈച്ച് അതർ. അതായത് വ്യത്യസ്തമായതിനെ എടുത്ത് കാണിക്കാം. അത്തരത്തിലുള്ളതിനെ നമ്മൾ കീസ് യൂസ് ചെയ്യുക. കാൻഡിഡേറ്റ് കീ എന്ന് പറയുമ്പോൾ എ കീ, എ മിനിമൽ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ദാറ്റ് യുണീക്ലി ഐഡന്റിഫൈ റോസ് ഇൻ റിലേഷൻ. അതായത് സ്റ്റുഡൻറ്റിലെ റിലേഷൻ അഡ്മിഷൻ നമ്പർ കാൻ യുണീക്ലി ഐഡന്റിഫൈ റോ. നമുക്കൊരു റോയിലെ അഡ്മിഷൻ നമ്പർ, അപ്പോൾ എന്താണ് ആ റോനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്, ആ ഒരൊറ്റ റോനെ യുണീക്ലി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് അല്ലേ എന്ത്? അഡ്മിഷൻ നമ്പർ. ദെർഫോർ ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് കാൻഡിഡേറ്റ് കീ. അപ്പോൾ നമുക്ക് ആ അഡ്മിഷൻ നമ്പർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരാളെ നമുക്ക് യുണീക്കായിട്ട് അറിയാൻ പറ്റും. പ്രൈമറി കീ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ കാൻഡിഡേറ്റ് കീ, നമ്മൾ പറഞ്ഞ കാൻഡിഡേറ്റ് കീയിൽ ഒരു കീ ആണ്. ചൂസൺ ടു യൂണിക്ലി ഐഡന്റിഫൈ ടുപ്പിൾസ് വിത്തിൻ ദ റിലേഷൻ. ടുപ്പിൾസ് എന്ന് പറയുമ്പോൾ അതിലുള്ള സെപ്പറേറ്റ് റോനെ നമുക്ക് കൊടുക്കണം. അത് നമുക്ക് നൾ വാല്യൂ ആവാൻ പാടില്ല, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ആവാൻ പാടില്ല. ആൾട്ടർനേറ്റ് കീ എന്ന് പറയുമ്പോൾ പ്രൈമറി കീ അല്ലാത്ത ആൾട്ടർനേറ്റ് കീ, അതായത് പ്രൈമറി കീ അല്ല പക്ഷേ അത് ആൾട്ടർനേറ്റ് കീ ആണ്. Then foreign key എന്ന് പറയുമ്പോൾ എ കീ ഇൻ എ ടേബിൾ ക്യാൻ ബി കോൾഡ് ഫോറിൻ കീ ഇഫ് ഇറ്റ് ഈസ് പ്രൈമറി കീ ഇൻ അനദർ ടേബിൾ. ഒരു ടേബിളിലെ പ്രൈമറി കീ അനദർ ടേബിൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഫോറിൻ കീ എന്ന് പറയും. അപ്പോൾ 2 അതുണ്ടാവും. ഓക്കെ, ദെൻ റിലേഷണൽ ആൾജിബ്രയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സ്പെസിഫൈ ചെയ്യുന്ന ഓപ്പറേഷൻസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സെലക്ട് ഓപ്പറേഷൻ, സിഗ്മ, പ്രൊജക്റ്റ് ഓപ്പറേഷൻ, യൂണിയൻ, ഇൻ്റർസെക്ഷൻ, സെറ്റ് ഡിഫറൻസ്, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. ഇതിലെ യൂണറി ഓപ്പറേഷൻസും ബൈനറി ഓപ്പറേഷൻസ് ആണ്. യൂണറി ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്? സെലക്റ്റും പ്രൊജക്റ്റും. സെലക്ട് ചെയ്യാൻ സിഗ്മ എന്ന് പറഞ്ഞ സിമ്പൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. സെലക്ട് ഓപ്പറേഷൻ എന്ന് വെച്ചാൽ എന്താ? സെലക്ട് റോസ് ഫ്രം ഒരു പ്രത്യേകതരം റോ നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലക്ട് ഓപ്പറേഷനും കണ്ടീഷനും കൊടുക്കാം. അതായത് സെലക്ട് റോസ് ഫ്രം എ റിലേഷൻ ഡിനോട്ടഡ് യൂസിങ് സിഗ്മ. ജനറൽ ഫോർമാറ്റ് എന്താ? സിഗ്മ, കണ്ടീഷൻ, റിലേഷൻ്റെ പേര്. ആ റിലേഷൻ എന്ന് പറയുമ്പോൾ ടേബിൾ നെയിം ആണ് കേട്ടോ. അതിൽ നമുക്ക് പല കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാം. ഓർ, ആൻഡ്, നോട്ട്, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതാണ് നമ്മളൊരു ടേബിൾ. ഈ ടേബിളിൽ നമ്മൾ സ്റ്റുഡൻ്റ് എന്നാണ് ആ ടേബിളിൻ്റെ പേര് കേട്ടോ. ഇതിൽ നമുക്ക് പറയാണ് സിഗ്മ. കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് EHS സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? അതിൽ EHS കാണിക്കുന്ന സ്റ്റുഡൻറ്റുകൾ, EHS ആയിട്ടുള്ള സ്റ്റുഡൻറ്റിൻ്റെ ടേബിളാണ് നമുക്ക് കാണിച്ചു തരുന്നത്. 101ഉം 102ഉം കണ്ടോ. ബാക്കിയുള്ളതൊക്കെ എന്താ? നോൺ EHS ആണ് കണ്ടോ.
ഇതിൽ EHS ആയിട്ടുള്ള 2 ഉള്ളൂ. അപ്പോൾ നമ്മൾ സെലക്ട് നമ്മൾ എന്ത് ചെയ്യുക, EHS ഇട്ട് കൊടുക്കുക. ദെൻ പ്രൊജക്റ്റ് ഓപ്പറേഷൻ കണ്ടല്ലോ, പൈ ആണ് നമ്മൾ കൊടുക്കുന്നത്. റിലേഷൻ ആണ് അവിടെ മെയിനായിട്ട് പറയുന്നത്. ഇത് സർട്ടൻ ആട്രിബ്യൂട്ട്സ് ഫ്രം ദി ടേബിൾ ആൻഡ് ഫോം ന്യൂ റിലേഷൻ, പുതിയ റിലേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതിൽ A1 A2 എക്സെട്ര ആർ വാരീസ് ആട്രിബ്യൂട്ട്സ്. അപ്പോൾ അതിൽ നമ്മൾക്ക് കൊടുക്കുകയാണ് എങ്കിൽ പൈ ഇട്ട് കൊടുക്കുക. നെയിം, മാർക്ക്, റിസൾട്ട്, സ്റ്റുഡൻറ്റ്. ഈ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റിലേഷനിൽ നിന്ന്, ഇപ്പോൾ ടേബിൾ എന്ന് പറയുമ്പോൾ എന്താ റിലേഷനാണ്, ഈ റിലേഷനിൽ നിന്ന് നെയിം, മാർക്ക്, റിസൾട്ട് മാത്രമായിട്ട് വേറെ റിലേഷൻ വേണം. അപ്പോൾ അതാ നെയിം, മാർക്ക്, റിസൾട്ടായിട്ട് വേറെ റിലേഷൻ, അതായത് വേറെ ടേബിൾ. ഇപ്പോൾ ഇതിന് നമുക്ക് നെയിമും മാർക്കും റിസൾട്ടും മാത്രം കണ്ടോ. അപ്പോൾ ബാക്കിയുള്ളത് കളഞ്ഞിട്ട് ബാക്കിയുള്ളത് കിട്ടി. ഇനി യൂണിയൻ ഓപ്പറേഷൻ എന്താ? യൂണിയൻ ഓപ്പറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടെയ്ൻ ഓൾ ടിപ്പിൾസ് അപ്പിയറിംഗ് ടു സ്പെസിഫൈഡ് റിലേഷൻ. ഇപ്പോൾ ഇതിൽ രണ്ടിലും കൂടിയിട്ട് സെയിം ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് എഴുതുകയാണെങ്കിൽ യൂണിയൻ. കണ്ടോ, അഡ്മിഷൻ നമ്പറും സെയിമും ബാച്ച് കോഡും സെയിം ആണ്. അപ്പോൾ നമ്മളത് സെയിം ആയിട്ടുള്ളത് എടുത്ത് എഴുതി. കണ്ടോ, ഇതിലെ റിലേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടിലും കൂടിയിട്ട് സെയിം ആയിട്ടുള്ളത്. അപ്പോൾ എന്താ, എല്ലാം കൂടി നമ്മൾ യൂണിയൻ ചെയ്തു. ഒക്കെ കൂടിയിട്ട് നമ്മൾ യൂണിയൻ വെച്ചാൽ കോമ്പറ്റബിൾ, റിലേഷൻസിനെ, 2 ടേബിളിനെ നല്ല രീതിയിൽ ഒന്നാക്കണ പോലെ. കണ്ടോ, ഒന്നാമത്തെ ടേബിള്, ഇത് രണ്ടാമത്തെ ടേബിള്, രണ്ടും കൂടിയിട്ട് 1 to 0 പറഞ്ഞിട്ട് നമ്മൾ ഒരൊറ്റ ടേബിളാക്കി. കണ്ടോ, ആർട്സ് യൂണിയൻ സ്പോർട്സ്, അതായത് ആർട്സ് എന്ന് പറഞ്ഞ യൂണിയനും ആർട്സ് എന്ന് പറഞ്ഞ റിലേഷനും സ്പോർട്സ് എന്ന് പറഞ്ഞ റിലേഷനും നമ്മൾ യൂണിയൻ ചെയ്തു. ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടിലും ഇല്ലാത്തത്, അതായത് കണ്ടെയ്നിങ് അപ്പിയറിംഗ് ഇൻ ബോത്ത് ഓഫ് ദ 2 സ്പെസിഫൈഡ്, അതായത് രണ്ടിലും കൂടിയിട്ട് ഇൻ്റർസെക്ഷൻ ആയിട്ട് കിടക്കും. അതായത് 2 ടേബിൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇതാ ആർട്സിൻ്റെ ടേബിൾ ഇതാ, സ്പോർട്സിൻ്റെ ടേബിൾ ഇതാ. ഇനി ആർട്സ് അതിൽ സ്പോർട്സിലും ഇല്ലാത്ത, ഇപ്പോൾ ഫാത്തിമ എന്ന് പറഞ്ഞ കുട്ടി 103 ഇതിലും ഉണ്ട്, അതിലുണ്ട്. കണ്ടോ, ആർട്സിലും ഉണ്ട്, സ്പോർട്സിലും ഉണ്ട്. അതാണ് നമ്മുടെ ഇൻ്റർസെക്ഷൻ. ഇനി സെറ്റ് ഡിഫറൻസ് എന്ന് വെച്ചാൽ മൈനസ് ചെയ്യുക, അതായത് ഒന്നിലുള്ളതും മറ്റേലില്ലാത്തതും, അതായത് ഇതേ മൈനസ് ഇത്. ഇപ്പം സച്ചിൻ, ഇതിൽ സച്ചിൻ ഇല്ല, അപ്പോൾ ഒരെണ്ണം കൊടുത്തു. ഫാത്തിമ 2ലും ഉണ്ട്, അപ്പോൾ നമ്മളതിൽ കൊടുത്തില്ല. വിവേകിൻ്റെ ഇത് ഇല്ല, അപ്പോൾ നമ്മൾ വിവേകിന് കൊടുത്തു. നിവിൻ ഉണ്ടാ, നിവിനും ഇല്ല. ബാക്കിയൊക്കെ നമുക്ക് ഒരേപോലത്തെയാണ്. ഓക്കെ. ദെൻ കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓപ്പറേഷൻ എന്താണെന്ന് പഠിക്കുക. കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ പോസിബിൾ കോമ്പിനേഷൻ ഓഫ് ടുപ്പിൾസ് ഫ്രം 2 റിലേഷൻ. അവിടെ നമുക്ക് ഡിഗ്രീസ് ഓഫ് ഫസ്റ്റ് റിലേഷനും 2 റിലേഷനും കൂട്ടിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതൊരു സ്റ്റുഡൻറ്റ് ടേബിൾ ആണ്, ഇതിൽ രണ്ടും കൂടി ഒക്കെ കൂടി ഒരുമിപ്പിക്കുക തന്നെ, എല്ലാം കൂടിയിട്ട് ഒരുമിപ്പിക്കുക. അഡ്മിഷൻ നമ്പർ, റോൾ നമ്പർ, ബാച്ച്, മാർക്ക്, റിസൾട്ട്, പിന്നെയും നെയിം, ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം കൂടിയിട്ട് ഒരുമിപ്പിക്കുക. ദാറ്റ് ഈസ് സ്റ്റുഡൻറ്റ് ഇൻറ്റു ടീച്ചർ. ഓക്കെ. ഇതിൽ ഓരോ പ്രൊജക്റ്റും എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പഠിക്കുക കേട്ടോ. നമുക്ക് ചിലപ്പോൾ വരാറുണ്ട്. നിങ്ങൾക്കിത് കൂടുതലും നമ്മുടെ പ്രാക്ടിക്കൽ ലാബ് വർക്കിൽ മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. SQL ആണ്. നമ്മൾ SQL പറഞ്ഞ അതേപോലെ തന്നെ, അതായത് SQL ഈസ് ദ ലാംഗ്വേജ് ഡിസൈൻഡ് ഫോർ മാനേജിങ് റിലേഷണൽ DBMS. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ DBMS കഴിഞ്ഞ പാഠത്തിൻ്റെ കണ്ടിന്യൂഷനാണിത് ഏകദേശം. കാരണം അതിൽ SQL ലാംഗ്വേജ് ആണ് നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ആ ക്വറിയാണ് നമ്മൾ യൂസ് ചെയ്യുക. അതിന് നമ്മൾ കമ്പോണൻസ് ഓഫ് SQL പഠിക്കുക. DDL, DML, DCA. DDL എന്ന് വെച്ചാൽ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്, DML ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്, DCL ഡാറ്റ കൺട്രോൾ ലാംഗ്വേജ്. ഇതിൽ ഡെഫിനിഷൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് ഡാറ്റ ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ കമൻറ്റ് ടു ഡീൽ വിത്ത് സ്കീമ ഡെഫിനിഷൻ. അതിൽ ക്രിയേറ്റ്, മോഡിഫൈ, റിമൂവ് ഡാറ്റ ടൈപ്സ് ടേബിൾ. നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും റിമൂവ് ചെയ്യാനും. അപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ ക്രിയേറ്റ് എന്ന് പറഞ്ഞ കമൻറ്റ് യൂസ് ചെയ്യുന്നു, മോഡിഫൈ ചെയ്യാൻ ഓൾട്ടർ യൂസ് ചെയ്യുന്നു, റിമൂവ് ചെയ്യാൻ ഡ്രോപ്പ് യൂസ് ചെയ്യുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. DML എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ടാണ്, അതായത് X6 റിട്രീവ് ചെയ്യാൻ, സെലക്ട് ചെയ്യാൻ, ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഡിലീറ്റ് കമൻറ്റ്, അപ്ഡേറ്റ് കമൻറ്റ്, ഇൻസേർട്ട് ആൻഡ് സെലക്ട്. DCL കമൻറ്റ് ഈസ് യൂസ് ടു കൺട്രോൾ ദ ഡാറ്റാബേസ്. കൺട്രോൾ ചെയ്യാനായിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഗ്രാൻഡ് ആൻഡ് റിവോക്ക് ആണ് ഇതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന 2 കമൻറ്റുകൾ. അപ്പോൾ ഈ DML കമൻറ്റുകളും DDL കമൻറ്റുകളും DCL കമൻറ്റുകളും ആദ്യം പഠിക്കണം. ഓക്കെ. അപ്പം നമ്മളത് അതിലേക്ക് കടക്കാം. അപ്പോൾ കണ്ട ഡാറ്റ ടൈപ്സുകൾ, അതിന് ശേഷം നമ്മൾ ഡാറ്റ ടൈപ്സ് ഇൻ SQL പഠിക്കണം. MySQL എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പ് 3 ഡാറ്റ ടൈപ്പാണ്: ന്യൂമറിക്, സ്ട്രിങ് ആൻഡ് ഡേറ്റ് ടൈപ്പ്. ന്യൂമറിക്കിൽ ഇൻറ്റും ഡെസിമലും വരും, സ്ട്രിങ്ങിൽ ചാറും വാർച്ചാറും വരും, ഡേറ്റ് ആൻഡ് ടൈമിൽ ഡേറ്റും ടൈം വരും. ന്യൂമറിക്കൽ ഇൻറ്റ് എന്ന് പറയുമ്പോൾ വിത്തൗട്ട് ഫ്രാക്ഷണൽ പാർട്ടാണ്. പോസിറ്റീവ് നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല, പക്ഷേ ഫ്രാക്ഷണൽ പാർട്ട് നമ്മൾ യൂസ് ചെയ്യില്ല. ഡെസിമലാണ് നമ്മൾ DC എന്ന് പറയുന്ന DEC ആണ് യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പ്. അവിടെ നമുക്ക് ഏത് ഫോം ഓഫ് നമ്പേഴ്സും യൂസ് ചെയ്യാം. സ്ട്രിങ് ഡാറ്റ ടൈപ്പിലെ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. അവിടെ MySQL യൂസ് ചെയ്യുന്ന 2 ക്യാരക്ടേഴ്സ് ചാറും
വാർച്ചാറാണ്. അപ്പോൾ ചാർ എന്ന് പറയുന്നത് ക്യാരക്ടർ ഇൻക്ലൂഡ് ലെറ്റേഴ്സ്, ഡിജിറ്റ്സ്, സ്പെസിഫൈ സിമ്പിൾസ് ആണ്. ഇത് ഫിക്സ്ഡ് ലെങ്ത് ഓഫ് ക്യാരക്ടർ നമുക്ക് സ്പെസിഫൈ ചെയ്യണം. അതായത് ചാർ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് നമ്മളോട് പറയണം. വാർച്ചാർ എന്ന് പറയുമ്പോൾ വാരിയബിൾ ലെങ്ത് ആണ്. അവിടെ നമുക്ക് ഒരു ഓൺലി റിക്വയർഡ് സ്പേസ് ഫോർ എ സ്ട്രിങ്, നമുക്കൊരു സ്ട്രിങ്ങിന് വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള സ്ഥലം മാത്രമേ കൊടുക്കുള്ളൂ. ദെൻ ഡേറ്റ് ആൻഡ് ടൈം ഡാറ്റ ടൈപ്പ് അതിൽ ഡേറ്റും ടൈമും, ഡേറ്റ് കൊടുക്കാൻ നമ്മുടെ ആ ഒരു സ്റ്റാൻഡേർഡ് ബൈ ഇയർ, മന്ത്, ഡേറ്റ്. അതുപോലെ തന്നെ ടൈമിൽ നമ്മൾ അവർ, മിനിറ്റ്, സെക്കൻഡ്സ് ഫോർമാറ്റ്. SQL കമൻറ്റുകൾ നമ്മൾ ആദ്യം പറഞ്ഞത് DDL കമൻറ്റുകൾ ഏതൊക്കെയാണ്, DML ആൻഡ് DCL. DDL കമൻറ്റുകൾ നോക്കി നോക്കാം. നമ്മളെ ഓൾട്ടർ നമ്മൾ ഫസ്റ്റ് പറഞ്ഞതാണ്, ക്രിയേറ്റ്, ഡ്രോപ്പ്, ഓൾട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് മുന്നേ കോളം കോൺസ്ട്രെയിൻസ് പഠിക്കുക. നോട്ട് നൾ, ഓട്ടോ ഇൻക്രിമെൻറ്റ്, യൂണീക്ക്, പ്രൈമറിക്ക്, ഡിഫോൾട്ട്. നോട്ട് നൾ എന്ന് പറയുമ്പോൾ കോളം ക്യാൻ നെവർ ഹാവ് വാല്യൂസ്, അതായത് നൾ വാല്യൂസ് ഉണ്ടാവാനായിട്ട് പാടില്ല. നൾ വാല്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്കവിടെ തീരെ വാല്യൂസ് കൊടുക്കാതിരിക്കുക, എന്തെങ്കിലും കൊടുക്കണം. ഓട്ടോ ഇൻക്രിമെൻ്റ് എന്ന് വെച്ചാൽ എന്താ, കോളം ഒന്നായിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്ത് വരും, വാല്യൂ 1 ആയിരിക്കും. യൂണീക്ക് എന്ന് പറയുമ്പോൾ സെയിം വാല്യൂ ഇൻ കോളം സ്പെസിഫൈ ചെയ്യാം. പ്രൈമറിക്ക് എന്ന് വെച്ചാൽ ഇതിൽ ഏതാണോ നമ്മൾ പ്രൈമറിക്ക് ആക്കിയിട്ട് സെറ്റ് ചെയ്യാൻ വെക്കുന്നത്, അതാണ് ഈ കോൺസ്ട്രെയിൻറ്റ്. ഡീഫോൾട്ട് എന്ന് വെച്ചാൽ ഡീഫോൾട്ട് വാല്യൂ ക്യാൻ ബി സെറ്റ് ഫോർ ദി കോളം, ഒരു കോളത്തിന് ഡീഫോൾട്ട് വാല്യൂ കൊടുക്കാം. ദെൻ ടേബിൾ കോൺസ്ട്രെയിൻസ് ഉണ്ട്. ടേബിൾ കോൺസ്ട്രെയിൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഇൻസേർട്ടും അതുപോലെ തന്നെ ഓരോ എന്താ പറയുക ക്ലോസസും ആണ് മെയിനായിട്ട് പറയുന്നത്. വേർ ക്ലോസ് ഉണ്ട്. അതുപോലെ തന്നെ ബിറ്റ്വീൻ ആൻഡ് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാം, ലൈക്ക് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാം, ഓർഡർ ബൈ ക്ലോസ് ചെയ്യാം. ഓർഡർ ബൈ ക്ലോസ് എന്ന് പറയുമ്പോൾ സോർട്ട് ദ റിസൾട്ട് സോർട്ട് ചെയ്യാനായിട്ട് മെയിൻ യൂസ് ചെയ്യുന്നത്. പിന്നെ SQL അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ്, ഏവറേജ്, മിനിമം, മാക്സ്, കൗണ്ട്, സം, ഇതൊക്കെ ഇങ്ങനെ പഠിച്ചു പോയാൽ മതി, സ്പീഡിൽ പോയാൽ മതി കേട്ടോ. ഗ്രൂപ്പ് ബൈ ക്ലോസ് എന്ന് പറയുമ്പോൾ നമുക്ക് സെറ്റ് ഓഫ് ഗ്രൂപ്പിനെ ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രൂപ്പ് ബൈ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ DDL കമൻറ്റുകളെ കുറിച്ച് പറഞ്ഞു. ഓൾട്ടർ, ടേബിൾ, മോഡിഫൈ ചെയ്യാം, ഡ്രോപ്പ് ചെയ്യാം, റിനെയിം ചെയ്യാം, ആഡ് ചെയ്യാം. DML കമൻറ്റുകളുള്ള പോലെ തന്നെ DDL കമൻറ്റുകൾ നന്നായി പഠിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ SQLൻ്റെ ചാപ്റ്റർ. ഒന്നും ഓടിച്ചിട്ട് പോയാൽ മതി. ഇതിൽ മെയിനായിട്ട് ചാറും മാർച്ചാറും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കുക. അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് പഠിക്കുക. 2 ക്ലോസുകൾ പഠിക്കുക, അതായത് ഗ്രൂപ്പ് ബൈ ക്ലോസ്, വേർ ബൈ ക്ലോസ് നന്നായി പഠിക്കുക. അതിനുശേഷം ഈ പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡാറ്റ ടൈപ്സ് ഇൻ MySQL യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പുകൾ, അതേപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റിലെ ടേബിൾ കോൺസ്ട്രെയിൻസ്, അതായത് കോളം കോൺസ്ട്രെയിൻസ് ഏതൊക്കെയാണ്. 3 തരം ഡാറ്റ ടൈപ്സ്, സ്ട്രിങ്, ന്യൂമറിക്കൽ, അത് പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ, കമ്പോണൻസ് ഓഫ് SQLും പഠിക്കുക. ഇത്രയും കാര്യങ്ങളാണ് 9th ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ 4 പാഠങ്ങൾ ഒന്നും അറിയാത്തവർ ഇതൊക്കെ ഒന്ന് ഓടിച്ചിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.